ഹലോ ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ നിങ്ങൾ തമ്പനിയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരാൻ പോവുകയാണ്. നമുക്കൊരു 2 മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ മാസത്തോട് കൂടിയിട്ട് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ വേക്കൻസീസും ഏകദേശം നല്ല രീതിയിലുള്ള അഡ്വൈസും നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മുടെ കമ്പനി ബോർഡ് LGS ആണെങ്കിലും ഡിഗ്രി ലെവൽ വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലും. അപ്പോൾ നിങ്ങളൊരു 7th ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, നിങ്ങൾ കേരള PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു 7th ക്ലാസ് പാസ് ആയിട്ടുള്ള ഒരാൾ. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ ഒരു 7th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും വലിയ ഒരു ഓഫർ ആണ്, ഏറ്റവും വലിയൊരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കറിയാം, ആദ്യമായിട്ടാണ് നിങ്ങളൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് പരീക്ഷയുടെ മാർക്ക് 100 ആണ് എന്നറിയാലോ, അല്ലെ? 100ലാണ് നമുക്ക് എന്ത് വരുന്നത്? പരീക്ഷയുടെ മാർക്ക് വരുന്നത്. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഏരിയാസ് പഠിക്കാനുണ്ടെന്നറിയാവോ? ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം പൊതുവിജ്ഞാനം GK എന്ന് പറഞ്ഞ ഭാഗത്തില് 40 മാർക്കാണ് നമുക്ക് വരുന്നത്. ഇനി ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സ് 20 മാർക്കാണ് അവിടെ വരുന്നത്. പിന്നെ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വരും? ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജിയിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പൊതുജനാരോഗ്യം കൂടെ വരുന്നുണ്ട് 10 മാർക്ക്. പിന്നെന്താണ്? മാത്സ് നമുക്ക് വരുന്നുണ്ട്. റീസണിങ്ങും എത്ര മാർക്കാണ്? 20 മാർക്കാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഏത് വിഷയമില്ല, സാധാരണ നമ്മൾ ഏതൊരു എക്സാമിന് പഠിക്കുമ്പോഴും ഇംഗ്ലീഷും ഉണ്ടാകാറുണ്ട്, മലയാളം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്കത് ക്രാക്ക് ചെയ്യാം. പക്ഷേ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാന്ന് ഞാൻ പറയുമ്പോഴും ഇതൊരു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാം ആണ്. എന്താ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരൊറ്റ ലിസ്റ്റ് ആയിരിക്കും നമുക്ക് ഇടുന്നത്. ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിലും വേരിയസ് LDC ഒക്കെ ആണെങ്കിലും ജില്ലാ തലത്തിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് അപ്ഡേറ്റ് അല്ലെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ സ്റ്റേറ്റ് ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കട്ട് ഓഫ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോ ഡിഗ്രിക്കാർക്കും സാധാരണ നമ്മളുടെ LGS എക്സാം ഡിഗ്രിക്കാർക്ക് പറ്റില്ല. പക്ഷെ ഇവിടെ കമ്പനി ബോർഡ് LGS വരുമ്പോൾ എന്തുണ്ട്? ഡിഗ്രിക്കാരും ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപേക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നതിനേക്കാളും നോട്ടിഫിക്കേഷന് മുമ്പെങ്കിലും പഠിച്ച് ഇപ്പോഴേ മുതൽ വെൽ പ്ലാൻഡ് ആയിട്ട് SCRTക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമുക്ക് ഓരോ വിഷയത്തിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ ആദ്യമേ നമ്മൾ പറഞ്ഞാല് നമുക്ക് പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അല്ലെ? പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനകത്ത് നമുക്ക് എന്തൊക്കെ വരുവിടാ? പൊതുവിജ്ഞാനത്തിനകത്ത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതായത് ഇന്ത്യൻ ഹിസ്റ്ററിക്ക് 5 മാർക്ക്. ദെൻ എക്കണോമിക്സ് 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. ഇവിടെ തന്നെ 15 മാർക്കാണ്. നമ്മൾ ബാക്കിയുള്ള പരീക്ഷയിൽ ഒരു LDC ലെവലിൽ പഠിക്കുന്ന അത്രയും വാസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ പഠിച്ചില്ലെങ്കിൽ പോലും നമ്മൾ പഠിച്ചിരിക്കുന്ന സിലബസിൽ തന്നിരിക്കുന്ന കാര്യം നല്ല കൃത്യതയോടും വ്യക്തതയോടും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യും. സാധാരണ ഹിസ്റ്ററി, ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അതുപോലെ 1857 റിവോൾട്ട് തൊട്ട് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി പിന്നെ ബന്ധപ്പെട്ട പ്രധാന മുന്നേറ്റങ്ങള്, ദേശീയ പ്രസ്ഥാനങ്ങള്, സ്വതന്ത്ര സമര സേനാനികള്, ഭരണ സംവിധാനങ്ങള് തുടങ്ങിയ ഏരിയാസ് ഒക്കെയാണ് നമുക്ക് അവിടെ വരുന്നത്. ഇതിലെ തന്നെ SCRT ചാപ്റ്റേഴ്സിന് നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ സിലബസിൽ നിന്നുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പൊ നമ്മളുടെ ഒരു കോഴ്സിൽ നമ്മൾ SCRT ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ തരുന്നുണ്ട്. അതിന്റെ മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ പഠിച്ചു പോയിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ മാക്സിമം മോക്കും എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. ഇനി നോക്കിക്കേ, സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്ന് പറഞ്ഞ് നമ്മുടെ യുദ്ധങ്ങളൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതിയിലുള്ള കുറച്ച് ഏരിയാസ് നമുക്ക് പഠിക്കാനുണ്ട്.
ഇനി അതിന്റെ കൂടെ എക്കണോമിക്സിൽ തന്നെ നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ ഏത് പരീക്ഷയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും പഞ്ചവത്സര പദ്ധതികൾ ഒഴിച്ചു വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ PSC എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. പിന്നെ ഒരു പൗരന്റെ അവകാശം, കടമ, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ, ഇത്രയാണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ, ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്കിവിടെ 5 മാർക്കേ വരുന്നുള്ളൂ. പക്ഷെ കേരള ജോഗ്രഫിക്ക് അവിടെ 10 മാർക്ക് വരുന്നുണ്ട്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികള്, കായല്, പിന്നെ വിവിധ വൈദ്യുത പദ്ധതി, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള പൊതുവായുള്ള അറിവ്, ഇതൊക്കെയാണ് നമുക്ക് കേരള ജോഗ്രഫിയിൽ വരുന്നത്. പിന്നെ നോക്കിക്കേ, കേരള ഹിസ്റ്ററിയിൽ തന്നെ വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്തായാലും എവിടെ തൊട്ട് പഠിക്കേണ്ടി വരും? അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പിന്നെ അവിടെ നിന്ന് തുടങ്ങി കുറിച്യ കലാപം, പിന്നെ നമുക്ക് പറയാം കുറിച്യ കലാപം, യെസ് അതിനേക്കാളും കുറിച്യർ കലാപം പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് കുളച്ചൽ യുദ്ധം തുടങ്ങിയ കുറച്ച് ഏരിയ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഉണ്ടായതിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിലെ പ്രധാന പ്രസ്ഥാനങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കാനായിട്ട് എന്ത് ചെയ്യേണ്ടത്, സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ നമുക്ക് സയൻസ് ആൻഡ് ടെക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 5 മാർക്ക് വരുന്നുണ്ട്. ഇവിടെ കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക മേഖല തുടങ്ങിയ കാര്യങ്ങൾക്ക് 5 മാർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് എക്സാം എന്തായാലും 2026 ഒരു മിഡോട് കൂടിയിട്ട് എക്സാം ഉണ്ടാകും. അതുകൊണ്ട് എക്സാമിന് ഇപ്പോഴും കഴിഞ്ഞ തവണ പറയുന്നത് 6 മാസം മുൻപ് വരെയുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ പറയെങ്കിലും ഇപ്പോഴത്തെ ഒരു നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പോക്ക് അനുസരിച്ച് ഒരു 3 മാസം മുൻപ് വരെയുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ മസ്റ്റ് ആയിട്ടുമെങ്കിലും നോക്കണം. കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജീവശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കി 5 മാർക്കാണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. മനുഷ്യ ശരീരത്തിൽ എന്താണ് ത്വക്ക്, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ഡെഫിനറ്റ്ലി അതിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ കേരളത്തിലെ വനങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഈ 2 ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒഴിവാക്കാനായിട്ട് പറ്റാത്തൊരു ഏരിയ ആണ്. പിന്നെ നമുക്ക് 5 മാർക്കാണ് ഫിസിക്സും കെമിസ്ട്രിയും കൂടി വന്നിരിക്കുന്നത്. ആറ്റം, അയിരുകള്, പീരിയോഡിക് ടേബിള്, ഹൈഡ്രജൻ, പിന്നെ ഡെയിലി ലൈഫ്, ദ്രവ്യം, പിണ്ഡം, പ്രവൃത്തി, ഊർജവും അതിന്റെ പരിവർത്തനം, താപം, ഊഷ്മാവ്, ചലനങ്ങള്, ശബ്ദം, സൗരയുധം, സവിശേഷതകള്. അപ്പൊ ഇത്ര ഏരിയാസ് ആണ് നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇതാണ്, പൊതുജനാരോഗ്യമാണ്. 10 മാർക്കാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രീവിയസ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. ജീവിതശൈലി രോഗങ്ങൾ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കിവിടെ സ്റ്റഡി പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നോട്ടിഫിക്കേഷൻ എല്ലാം വന്ന് പതുക്കെ പഠിക്കാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വളരെ ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും കൃത്യമായിട്ടൊരു പഠിക്കാനായിട്ട് ടോപ്പിക്ക് തരികയാണ്. ഡേ 1 നമ്മൾ മാത്സ് പഠിക്കുന്നു, അതുപോലെ സെലക്ട് ചെയ്തിട്ട് സയൻസിന്റെ ഒരു ഭാഗം പഠിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഒരു ഹിസ്റ്ററി പഠിക്കുന്നു. അപ്പൊ അങ്ങനെ 3 ഏരിയാസിൽ നിന്ന് നമ്മൾ 3 ടോപ്പിക്കാണ് ഇവിടെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇതുപോലെ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു പാക്കേജോട് കൂടിയിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് വെറുതെ ഇഷ്ടംപോലെ ലൈവ് ക്ലാസ്സസ് എവിടെ വേണേലും കിട്ടും, അല്ല യൂട്യൂബോ അതുപോലെ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി, ഡെയിലി മോക്ക് ടെസ്റ്റോട് കൂടി, ഡെയിലി കറണ്ട് അഫേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഫോൾഡറിൽ SSCRT ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പ്ലസ് മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ, സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ദിവസം ക്ലാസ് കണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ല നമ്മൾ തരുന്നത് പഠിക്കാൻ. മാത്സ്, സയൻസ്, GK അങ്ങനെ 3 പാർട്ടും പ്ലസ് കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡേ 1 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഡേ 1 ഇതിനൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്കൊരു മെന്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് കൃത്യമായി പറഞ്ഞു തന്ന നിങ്ങളെ ജോലിയിൽ എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നിങ്ങളുടെ കൂടെ മെന്റേഴ്സും എന്ത് ചെയ്യുന്നുണ്ടാവും, കൂടെ ഉണ്ടാകും. അപ്പൊ ഡേ 1 ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം അതിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഡേ 2, ഡേ 3, ഡേ 4 അങ്ങനെ ഓരോ ദിവസവും കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പൊ നിങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണ്, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം കിട്ടുന്നില്ല എങ്കിൽ ഡേ 1 തന്നെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഒരു കാര്യം, നിങ്ങളുടെ ഒരു ജീവിത ശൈലി അനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ സമയം വൈകിക്കേണ്ട, ഇപ്പൊ തന്നെ പ്ലേ സ്റ്റോറിൽ പോവാ, AZB അക്കാഡമി എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGSന്റെ കോഴ്സ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തതിനു ശേഷം ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക. അപ്പൊ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, അതിലേക്ക് നമ്മളുടെ പെയ്ഡ് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് മെന്ററിനെ അലോട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പൊ നമ്മൾ എന്തൊരു കാര്യം നാളത്തേക്കാവട്ടെ, പിന്നീട് ആവട്ടെ എന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടാൻ പോകുന്നില്ല. അപ്പോൾ കട്ട് ഓഫ് ഉണ്ടാവും. എന്തായാലും എക്സാം ഈസി ആണെങ്കിൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും. അത്യാവശ്യം നല്ല നിയമനം, ഏകദേശം ഇപ്പൊ തന്നെ ഞാൻ നോക്കുമ്പോൾ 2000-ലധികം നിയമനങ്ങൾ കമ്പനി ബോർഡ് LGSൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയും നിങ്ങൾ എന്ത് ചെയ്യണ്ട, സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു മുന്നേറുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.